സാരീൻ്റെ ഷോപ്പ്, പാനിപൂരിൻ്റെ ഒരു ചെറിയ സെറ്റപ്പ്. വാരണാസി ഫേമസ് മലയോ ഇതാട്ടോ വാരണാസിയിലെ ഫേമസ് ആയിട്ടുള്ള മലായി. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് നമസ്കാരം. നമ്മൾ കേരള ടു വാരണാസി സീരീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സീരീസിലെ 6ാമത്തെ എപ്പിസോഡാട്ടോ ഈ വീഡിയോ. ഈ വീഡിയോയിൽ മെയിനായിട്ട് ദശാശ്വമേധഘട്ടിലെ വൈകുന്നേരമുള്ള ഗംഗാരതിയാണ്, പിന്നെ വാരണാസിയിലെ ഒരു രാത്രികാല കാഴ്ചകളും കുറച്ച് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഉള്ളത് വാരണാസിയിലെ ഫേമസ് ആയിട്ടുള്ള ദശാശ്വമേധഘട്ടിലാണ്. ഇവിടുത്തെ ഗംഗാരതിയും അതുപോലെ തന്നെ വളരെ ഫേമസ് ആണ്. ഗംഗാരതി വൈകുന്നേരം 6 മണിക്കാണ് വിൻ്റർ സമയത്ത് തുടങ്ങുക. അതുപോലെ സമ്മർ ടൈമിലാണെങ്കിൽ വൈകുന്നേരം 7 മണിക്കാണ്. നിങ്ങൾ ആരതി തുടങ്ങുന്നതിന് കുറച്ച് നേരത്തെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരതി വളരെ തൊട്ടടുത്തുനിന്ന് തന്നെ കാണാനുള്ള അവസരമൊക്കെ ഉണ്ടാകും കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ ബോട്ടിലിരുന്നും കൊണ്ടും ഗംഗാരതി കാണുന്നുണ്ട്. അങ്ങനെ ആരതി ചെയ്യാവുന്ന ആളുകളൊക്കെ വന്നു കഴിഞ്ഞു. അവരെ അണിഞ്ഞിരിക്കുന്ന വസ്ത്രം കാണാൻ വേണ്ടിയിട്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഡ്രസ്സായിരുന്നു അവർ ഇട്ടിരുന്നത്. പിന്നെ അവർ വന്നതിന് ശേഷം ഒരു ചെറിയ പ്രാർത്ഥനയൊക്കെ ഉണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ആരതി ചെയ്യുന്ന ആ പീഠത്തിൻ്റെ മുകളിലേക്ക് അവർ വരുന്നത്. സംഭവം അവിടെയുള്ള എല്ലാവരും ആ പ്രാർത്ഥനയിൽ ലയിച്ചിരിക്കുകയാണ്. പിന്നെ ആ മണിനാദങ്ങളും മൊത്തത്തിൽ അവിടെ ഒരു പോസിറ്റീവ് പവറായിരുന്നു ഉണ്ടായിരുന്നത്.
ഏകദേശം 45 മിനിറ്റിന് അടുത്തെടുത്തിട്ടോ ഗംഗാരതി കഴിയാൻ വേണ്ടിയിട്ട്. ഗംഗാരതി കഴിഞ്ഞതിന് ശേഷം ഇതുപോലത്തെ ദീപങ്ങൾ കുറേ ആൾക്കാർ ഗംഗയിൽ ഒഴുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് 20 രൂപയ്ക്ക് അവിടെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇത് കുറേ പേര് കത്തിച്ച് ഒഴുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആരതി കഴിഞ്ഞതിന് ശേഷം ആരതി ചെയ്ത ആൾക്കാർ പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നേ. ഞാൻ ആ പ്രസാദം പോയി വാങ്ങി. അങ്ങനെ ഞങ്ങളിതാ ദശാശ്വമേധഘട്ടിലെ ഗംഗാരതി നന്നായിട്ട് കണ്ടിട്ടോ. ഫ്രണ്ടിൽ തന്നെയായിരുന്നു, അടിപൊളിയായിട്ട് കാണാൻ പറ്റി. പ്രസാദം കിട്ടി. നല്ല തിരക്കുള്ളൊരു സ്ഥലമാട്ടോ ഈ ഗംഗാരതി. നിങ്ങളിവിടെ വന്നാൽ ഒരിക്കലും മിസ് ചെയ്യരുത്. അതേമാതിരി തന്നെ നിങ്ങൾ ഗംഗാരതി കാണാൻ വേണ്ടിയിട്ട് 6 മണിക്കാണ്. ഒരു 5 മണിക്ക് വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ ദൂരെ നിന്നേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഒരിക്കലെങ്കിലും കാണേണ്ട തന്നെ കേട്ടോ. ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബ്. ഗംഗയെ ആരാധിക്കുന്നത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഉണ്ട് കേട്ടോ. വാരണാസിയിലെ നൈറ്റിലുള്ള കാഴ്ചകളപ്പോൾ നിങ്ങൾ കാണുന്നത്. സമയം 8:30 ആയിട്ടുള്ളൂ. ഇവിടെ കുറേ ഷോപ്പുകളുണ്ട്. ബനാറസ് സാരികൾ, പിന്നെ അതാ ഫുഡുകൾ പലതും ഉണ്ട്. നല്ല ആൾക്കാരുണ്ട് കേട്ടോ അവിടെ. ഗംഗാരതി കണ്ടിട്ട് വന്നതാണ്. പാത്രങ്ങളൊക്കെ വെക്കുന്ന ഷോപ്പ്. കൃഷ്ണ ലസ്സി ഷോപ്പ്. ഇതാ വിളക്കുകൾ സാധനങ്ങളൊക്കെ വെക്കുന്ന ഷോപ്പ്. അങ്ങനെ ഒരു ലസ്സി കുടിക്കാമെന്ന് വിചാരിച്ചു. 50 രൂപയാണ് ഈ ലസ്സിക്ക് വരുന്നത്. അവരിതാ ആ മൺചട്ടിയിലാട്ടോ സെർവ് ചെയ്യുന്നത്. ലസ്സിൻ്റെ മുകളിൽ ഇത് അത്യാവശ്യം നല്ല ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഇട്ടിരുന്നു കേട്ടോ. കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ലസ്സിൻ്റെ ഷോപ്പ് ഉണ്ട് കേട്ടോ. പേരെന്തായിരുന്നു? കൃഷ്ണ ലസ്സി ഷോപ്പാണ്. അപ്പോൾ അവിടെ നിന്ന് 50 രൂപയാണ് ഈ ഒരു കപ്പ് ലസ്സിക്ക് വരുന്നത്. സംഭവം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ നട്ട്സ് പിന്നെ കിസ്മിസൊക്കെ ഇടുന്നുണ്ട്. ഒരു മധുരവും ഒക്കെ ആയിട്ടുള്ള അടിപൊളി സാധനം കേട്ടോ. അതുപോലത്തെ കുറേ ഷോപ്പുകൾ ഈ വാരണാസി
കെട്ടുകളുടെ സൈഡിലൊക്കെ ഉണ്ടാവും. ഈവനിങ് ആണ് ഇതൊക്കെ സ്റ്റാർട്ടാവുക. മോർണിംഗ് ടൈം പോയതൊന്നും കിട്ടൂല കേട്ടോ. ചായയൊക്കെ അവിടെ കൊടുക്കുന്നത് ഇതേമാതിരത്തെ മണ്ണിൻ്റെ ചട്ടി കേട്ടോ. നമ്മുടെ നാട്ടിലാണ് എന്താ ചെയ്യുക, പ്ലാസ്റ്റിക് സ്റ്റീലൊക്കെ ആവും. ഇവിടെ അതുപോലത്തെ അടിപൊളി ചെറിയ ചെറിയ മണ്ണിൻ്റെ ചട്ടിയിലാണ് കൊടുക്കുന്നത്. ഇതൊരു പ്രാവശ്യം യൂസ് ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത്. ചായ ആണെങ്കിലും ലസ്സി ആണെങ്കിലൊക്കെ അപ്പം എന്തായാലും അടിപൊളി സാധനമായിരുന്നു. ഇത് ദശാശ്വമേധഘട്ടിൻ്റെ തൊട്ടടുത്തായിട്ടായിരുന്നു. നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേമാതിരത്തെ വേസ്റ്റിൻ്റെ ഡബ്ബയിലിടുക. പിന്നെ അവർ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിതിലിട്ട് എറിഞ്ഞ് പൊട്ടിക്കാം. ഡ്രസ്സിൻ്റെ ഒക്കെ ഷോപ്പ് ഉണ്ട് കേട്ടോ. ഡ്രസ്സിൻ്റെ ഷോപ്പ്, കുറേ ഡ്രസ്സിൻ്റെ ഷോപ്പുണ്ട്. പിന്നെ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ വിളിക്കും നമ്മളെ, ഡ്രസ്സ് വേണോ, അത് വേണോ, അത് വേണോ എന്നൊക്കെ ചോദിക്കും. വാരണാസിയിലെ ഒരു സ്ട്രീറ്റ് ലൈഫ് ആയിട്ടാണ് നമ്മൾ നിന്ന് കാണുന്നത്. സംഭവം ഒരു നല്ല തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഓരോ ഷോപ്പുകളൊക്കെ ഒന്ന് പോയി നോക്കാം. കുറേ ബനാറസ് സാരികൾ, ഇവിടുത്തെ മെയിൻ ഒരു സംഭവമാണ് ബനാറസ് സാരികൾ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഫുള്ള് ബനാറസ് സാരികളൊരു ഏരിയ കേട്ടോ. കുറേ ഷോപ്പുകളുണ്ട്, നല്ല അടിപൊളി ബനാറസ് സാരികൾ. പിന്നെ കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന ഡ്രസ്സുകൾ, പിന്നെ വലിയ ആൾക്കാർക്ക് ഇടാൻ പറ്റുന്ന ഡ്രസ്സുകൾ, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. നൈറ്റിലെ ഫുള്ള് ആൾക്കാരൊക്കെ അവിടെ. പിന്നെ അതേമാതിരി ഒരു ഏരിയ മൊത്തം ഫുഡിൻ്റെ ഒക്കെ ഏരിയ ആണ്. കുറേ വെറൈറ്റി സ്ട്രീറ്റ് ഫുഡുകളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ഇവിടേക്ക് ഒന്ന് പോയി നോക്കാം. ഇതൊരു സാരീൻ്റെ ഷോപ്പാണ്. കുറേ ഡ്രസ്സുകളും പിന്നെ കമ്പിളിപ്പുറപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ആൾക്കാരും ഉണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പോൾ നല്ല കോൾഡാണ്. അതുകൊണ്ട് തന്നെ കമ്പിളിപ്പുറപ്പ്, ജാക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടേണ്ട ആവശ്യകതയുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ വാങ്ങുന്നുണ്ട്. പിന്നെ അതാ കുറേ ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. കുറേ ഹാൻഡ് മെയ്ഡ് എന്താ പറയുക ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ. ലേഡീസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല രസമായിട്ടുള്ള ബാഗുകളൊക്കെ ഉണ്ട്. അടിപൊളി ഡിസൈനായിട്ടുള്ള ചവിട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് മാറ്റുകൾ നല്ല അടിപൊളി കളർഫുള്ളായിട്ടുള്ള സാധനങ്ങളാണ്. ഭയങ്കര അട്രാക്റ്റീവ് കളറാണ് റെഡ്. പിന്നെ അതേമാതിരി ഒരു വെറൈറ്റി ക്ലോത്ത് കൊണ്ട് ഉണ്ടാക്കിയേക്കാണ് ഇതിൽ. ഈ സൈഡിലാണ് ഇത് അടിപൊളി ലേഡീസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ബാഗുകളാണ്. നല്ല കളർഫുള്ളായിട്ട് ഇവിടെ ഉണ്ടോ സാധനമുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള സാധനമാണ്. ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് തോന്നുന്നുണ്ട്. ഇതിലുള്ള കുറേ വള, കമ്മൽ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. ഈ സ്ട്രീറ്റ് വരുന്നത് ദശാശ്വമേധഘട്ടിൻ്റെ അടുത്താണ്. അവിടെ ഹോൾസെയിൽ സാരി ഷോപ്പുകളുണ്ട്. വളകൾ, എന്താ ചായക്കടയിലൊക്കെ നല്ല തിരക്കാണ്. ഇവിടെ കുറേ ഹാൻഡ് മെയ്ഡ് ഐറ്റംസ്, നമ്മൾ കാണാത്ത ടൈപ്പ് ഐറ്റംസ് ഒക്കെ കിട്ടുന്നുണ്ടോ. കുറേ കുട്ടികളെ പറ്റിയ സാധനങ്ങൾ. ഇതിൻ്റെ അപ്പുറത്ത് വട, എന്തൊക്കെയോ സമൂസ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ വെക്കുന്ന ഷോപ്പാണ്. പിന്നെ നമ്മുടെ വലിയൊരു ലോഡ്ജ് ഉണ്ട്, ദശാശ്വമേധ് ലോഡ്ജ് എന്നാണ്. പിന്നെ കുറേ പുറത്തുനിന്നുള്ള വിദേശികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ആ ഭയ്യ നല്ല ഹെവി റഷാണ്. ബൈക്കുകളും സാരികളൊക്കെ ഏകദേശം ഒരു 300 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. ബനാറസ് സാരികൾ നല്ല തിരക്ക് വെച്ചാൽ നല്ല തിരക്കാണ്. ഇവിടുത്തെ കുറേ മുട്ടായി, പൊരി അങ്ങനത്തെ കുറേ വീഡിയോ ആണ് ഇവിടെ ഉള്ളത്. പിന്നെ എന്താ പാൻ ബ്രാഗ് അല്ല, പാസ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ വെക്കുന്ന ഷോപ്പുകളുണ്ട്. ഈ
ഈ സ്ട്രീറ്റിന്റെ രണ്ട് സൈഡിലും ഷോപ്പുകളാണ്. ഈ സൈഡിൽ ഫുള്ള് ഇതാ സാരി അങ്ങനത്തെ ഐറ്റംസ് ഇതാ. രണ്ട് സൈഡിലും ഓൾമോസ്റ്റ് കൂടുതലും ഡ്രസ്സിന്റെ ഐറ്റംസ് ആണ്. പാനിപ്പൂരിൻ്റെ ഒരു ചെറിയ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. പാനിപ്പൂരി സ്ട്രീറ്റിൽ കുറേ ആൾക്കാരൊക്കെ അത് വാങ്ങി കഴിക്കുന്നുണ്ട്. പാനിപ്പൂരി പിന്നെ ഇവിടുത്തെ മെയിൻ ഐറ്റംസ് ആണല്ലോ ചാറ്റ്. പിന്നെ ഇവിടെയും ഇതേമാതിരി പാനിപ്പൂരിയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ്. കുറേ തുണി ഷോപ്പുകൾ തന്നെ കേട്ടോ ഈ സ്ട്രീറ്റിലുള്ളത് മുഴുവൻ. ഭയങ്കര തിരക്കാട്ടോ ഇവിടേക്കൊക്കെ വരുമ്പോൾ, ഹെവി തിരക്ക്. वाराणसी का मेन स्थान है वो। मलाई का कितना है? मलाई को 45 40 40 रुपये മലായിക്ക് വരുന്നത്. എന്താണ് മലായി എന്നാണ് സാധനം. वाराणसी फेमस मलाइयो only for mat winter season and you eat and you taste. ओके वो मिल्क में बनाया? Yes sir, all only for milk kesar इलायची. You want taste forward video reel more. Varanasi famous malayo. ഇതാട്ടോ വാരണാസിയിലെ ഫേമസ് ആയിട്ടുള്ള മലായി. നിങ്ങൾ ഈ വിന്റർ സീസണിൽ വന്നാൽ മാത്രമേ കിട്ടുള്ളൂ ഈ സാധനം കേട്ടോ. ഇത് നമ്മളെ പാലിൻ്റെ ഒരു ഇതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്, ക്രീം വഴി. സംഭവം അടിപൊളി സാധനമാണ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മിസ്സാക്കാതെ കഴിക്കേണ്ട ഒരു സാധനം കേട്ടോ ഈ മലായി എന്ന് പറഞ്ഞ സാധനം. ഇവിടുത്തെ ഏകദേശം എല്ലാ ഷോപ്പുകളിലും കിട്ടും. നമ്മളിതാ വാരണാസി സ്ട്രീറ്റിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു ഷോപ്പിൽ മലായി കണ്ട്. മലായി ഇവിടുത്തെ മെയിൻ ഐറ്റം കേട്ടോ, ഒരു ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഐറ്റാണ്. നിങ്ങൾ വിന്റർ സീസണിൽ വന്നാൽ മാത്രമേ കിട്ടുള്ളൂ. മലായി അടിപൊളി സാധനം കേട്ടോ. നിങ്ങൾ ഈ വിന്ററിൽ വന്നാൽ മാത്രം കിട്ടുന്ന ഒരു അടിപൊളി ഐറ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. മസ്റ്റ് ട്രൈ ആണ്. നമ്മൾ മലായി കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു രക്ഷയില്ല. അപ്പം എല്ലാ ഷോപ്പിലും മാതിരി തന്നെ ഈ മണ്ണോണ്ടുണ്ടാക്കിയ പാത്രം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി വേസ്റ്റേജ് ഇല്ല, ഒരു പിന്നെ ഉപയോഗിക്കില്ല. അയ്യോ सुविधा अभी आपके लिए बन रहा है 80 1 cup 40 रुपये. ठीक है, धन्यवाद, थैंक यू. കേട്ടോ മുന്തിരി. നൈറ്റിൽ ഫുള്ള് തിരക്ക് എന്ന് പറഞ്ഞാൽ അതുപോലത്തെ തിരക്കാണ്. നമുക്ക് നല്ലപോലെ നടക്കാൻ കൂടി പറ്റില്ല. പിന്നെ അതേമാതിരി വണ്ടികളുടെ ഓണടി സഹിക്കാൻ പറ്റില്ല, അതുപോലത്തെ ഓണടികളാണ് വരുന്നത്. ബൈക്കായിക്കോട്ടെ, സൈക്കിളായിക്കോട്ടെ, ചെറിയ ചെറിയ ഓട്ടോറിക്ഷകളായിക്കോട്ടെ, ഓണടിച്ച് നമ്മൾ വെറുപ്പിക്കും. ഇതുപോലത്തെ സൈക്കിൾ റിക്ഷകൾ ഇവിടെ ഉണ്ട് കേട്ടോ. കുറേ ചെറിയ പൈസ വരുള്ളൂ. ഒരു 20 റുപ്യ 30 റുപ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് കിട്ടോ. അവർ അതേമാതിരി നിങ്ങൾ ചവിട്ടി കൊണ്ടുപോകും. വാരണാസി അതൊരു സംഭവമാണ്. ലൈഫിൽ എന്താ പറയുക, ഒരിക്കലെങ്കിലും നമ്മളെന്താ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ആ ഗംഗാ ആരതിയും മണികർണിക ഘട്ടും പിന്നെ ഇവിടുത്തെ ഗംഗയുടെ മൊത്തത്തിലുള്ള ബ്യൂട്ടിയും എല്ലാം അടിപൊളി തന്നെയാണ്. ഇവിടെ കുറേ ടൂറിസ്റ്റുകളൊക്കെ അതുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ കാശി വിശ്വനാഥ് ടെമ്പിൾ അടിപൊളിയാണ്. ഇതിൻ്റെ ബാക്കിലൊക്കെ വലിയ വലിയ കഥകളുണ്ട്. ഈ ചരിത്രങ്ങളൊന്നും അറിയില്ല, അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റിലൊക്കെ മെൻഷൻ ചെയ്യുക.
അങ്ങനെ രാത്രി 10 മണിയൊക്കെയായി. അപ്പോൾ നൈറ്റിൽ ഡിന്നർ കഴിക്കണം. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ ഫ്രണ്ടിൽ തന്നെ ലൈവായിട്ട് റൊട്ടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണേ. അത്യാവശ്യം ഒരു വൃത്തിയുള്ളൊരു ഹോട്ടലിലാണ്. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഫുഡുകളൊക്കെ ഉണ്ട്. മീൻ, ഞങ്ങൾ റൊട്ടിയും ദാലും കേട്ടോ ഓർഡർ ചെയ്തത്. നല്ല ചൂടുള്ള പരിപ്പ് കറി കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടും ഈ സാധനം. ഇത് 80 റുപ്യേൻ്റെ പരിപ്പ് കറിയാണ്. ഞങ്ങളിതാ ദാൽ കറിയും റൊട്ടിയാണ് ഓർഡർ ചെയ്തത്. നല്ല തണുപ്പുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ ക്ലൈമറ്റ് ഒരു 7 ഡിഗ്രി 8 ഡിഗ്രിയാണ്. അപ്പോൾ നല്ല ചൂട് ദാൽ കറിയും റൊട്ടിയും കഴിക്കാൻ വെച്ചു. ഇതാ റൊട്ടി വന്നു. നമുക്ക് ആദ്യം തന്നെ റൊട്ടി എടുത്തിട്ട് തുടങ്ങാം. നല്ല മഴക്കായിട്ടുള്ള നല്ല റൊട്ടി കേട്ടോ. നല്ല ഗോതമ്പിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ട്. പ്യുവർ ഗോതമ്പിൻ്റെ പരിപ്പ് കറി കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് വെക്കാം. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ പരിപ്പ് കറി. 2 ആൾക്കല്ല 3 ആൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. നല്ല ചൂടും ഉണ്ട്. അപ്പോൾ ഒരു കഷ്ണം ചപ്പാത്തി മുറിച്ചു, ചൂട് ദാൽ കറി 2 മുക്കി കഴിക്കുകയാണ്. നന്നായിട്ട് മുക്കിയ ദാലിൽ മുക്കിയ റൊട്ടി. സ്വന്തം നമ്മുടെ നാട്ടിൽ എരിവൊന്നുമില്ല. എന്തോ ഒരു കറി, എന്തായാലും പരിപ്പുണ്ടായിരുന്നു. എരിവൊന്നുമില്ല കേട്ടോ. പക്ഷെ നല്ല ചൂടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ടേസ്റ്റേഴ്സ് എന്താ, എരിവില്ല, ഉപ്പുമില്ല, അങ്ങനത്തെ ഒരു കറി. റൊട്ടി നല്ല അടിപൊളി റൊട്ടിയായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൊട്ടിയാണ്. ഞങ്ങളിതാ 9 റൊട്ടിയും ദാൽ കറിയും കൂടി കഴിച്ചിട്ട് 152 റുപ്യ ആയിട്ടുള്ളത്. സംഭവം റൊട്ടി നന്നായിരുന്നു. ദാൽ കറി പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി. റൊട്ടിയുടെ ലൈവായിട്ട് ഉണ്ടാക്കുകയാണ്. നല്ല ചൂടിലിതാ പൊങ്ങി വരുന്ന റൊട്ടി. നമ്മൾ നാട്ടിൽ കിട്ടാത്ത റൊട്ടിയാണ്. അയ്യോ അച്ചാക്കാമ ആ അപ്പോൾ ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കനും കൂടെ ഉണ്ട്, എനേബിൾ ചെയ്യണേ. നിങ്ങളെ സപ്പോർട്ടില്ലെങ്കിൽ മുന്നോട്ട് പോകാനേ പറ്റില്ല. ഇനിയും വാരണാസിയിലെ കുറേ വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ ആരും മിസ് ചെയ്യണ്ട. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. ബൈ.